കേരളത്തിൽ ഇത്തവണ നേരത്തെ കാലവർഷം എത്തുമെന്ന പ്രതീക്ഷകൾ അസ്ഥാനത്താക്കി എല്ലിനോ പ്രതിഭാസം. പസഫിക് സമുദ്രത്തിലെ ജലത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഇന്ത്യയിലെ മഴയെ പ്രതികൂലമായി ബാധിച്ചേക്കും. കേരളത്തിൽ ഇത്തവണ നേരത്തെ കാലവർഷം എത്തുമെന്ന പ്രതീക്ഷകൾ അസ്ഥാനത്താക്കിക്കൊണ്ട് കാലവർഷത്തിന്റെ വരവ് വൈകുകയാണ്. സാധാരണയായി ജൂൺ 1 രാജ്യത്ത് കാലവർഷം ആരംഭിക്കാറുള്ളതാണ്. മെയ് 26 മൺസൂൺ കേരളത്തിൽ എത്തുമെന്നായിരുന്നു ആദ്യം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. എന്നാൽ അനുകൂലമായ അന്തരീക്ഷ സാഹചര്യങ്ങൾ രൂപപ്പെടാത്തതുകൊണ്ട് പ്രവചിച്ച തീയതിയും കടന്ന് കാലവർഷം നീളുകയായിരുന്നു. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ജൂൺ ആദ്യവാരത്തിൽ, അതായത് ഇനി 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാലവർഷം കേരളത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത്. കാലവർഷത്തിന്റെ വരവ് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുന്നതിന് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. കേരളത്തിലെ 14 നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 60% ഇടങ്ങളിൽ തുടർച്ചയായി 2 ദിവസം 2.5 മില്ലിമീറ്ററോ അതിൽ കൂടുതലോ മഴ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനോടൊപ്പം കാറ്റിന്റെ വേഗത, മേഘങ്ങളുടെ സാന്നിധ്യം എന്നിവയും നിർണായകമാണ്. ഈ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കാത്തത് കാലവർഷ പ്രഖ്യാപനം വൈകാൻ കാരണമായേക്കും. അതേസമയം തന്നെ സംസ്ഥാനത്ത് പലയിടത്തും ഒറ്റപ്പെട്ട തോതിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും കാലവർഷത്തിന്റെ വരവിനായുള്ള കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. ഇത്തവണത്തെ കാലവർഷത്തിൽ മഴ കുറയാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് എൽനിനോ പ്രതിഭാസം തന്നെയാണ്. പസഫിക് സമുദ്രത്തിലെ ജലത്തിന്റെ താപനിലയിലുണ്ടാകുന്ന വ്യതിയാനം ഇന്ത്യയിലെ മഴയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് IMDയുടെ വിലയിരുത്തൽ. ദീർഘകാല ശരാശരിയുടെ 90% മഴ മാത്രമാണ് ഇത്തവണ രാജ്യത്ത് ലഭിക്കാൻ സാധ്യത. ഇത് കാർഷിക മേഖലയെയും ജലസ്രോതസ്സുകളെയും സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായി മാറുമെന്ന ആശങ്കയും ഒപ്പം നിലനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.